മുജാഹിദ് അടുക്കൽ നിന്ന് മനസ്സിലാക്കിയ ദീന് മനസ്സിലാവൂല, അതുകൊണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം വിശദീകരിച്ചത്. എന്നാൽ ആ സ്വാഗതം പറയാൻ വന്ന വ്യക്തിയോട് പറയാനുള്ളത്, അലവി സഖാഫിന്റെ അടുക്കൽ നിന്ന് ദീന് പഠിച്ചാൽ ദീന് പഠിയൂല. എന്താണ് നജ്ദ് എന്ന് പഠിയൂല, എന്താണ് ഖർനു ശൈത്താനെന്നും പഠിയൂല. അതിന് നിങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുമാരും പണ്ഡിതന്മാരും എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്, അത് വായിക്കണം. ഖർനു ശൈത്താനിന് കാന്തപുരം കൊണ്ടുവന്ന ഹദീസോ, പേരോട് കൊണ്ടുവന്ന ഹദീസോ, ബാത്രി കൊണ്ടുവന്ന ഹദീസോ, അലവി സഖാഫി കൊണ്ടുവന്ന ഹദീസോ അല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാ, നജ്ദിൽ പിശാചിന്റെ കൊമ്പതിക്കും. ഒരു കൊമ്പെന്ന് മാത്രമല്ല, ആ ഹദീസിന് തുടക്കം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഷാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ ഇതാ നജ്ദിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് സൽസലകൾ ഉണ്ടാവുക, അവിടെയാണ് ഫിത്നകൾ ഉണ്ടാകുക, അവിടെയാണ് പിശാചിന്റെ കൊമ്പൊതിച്ചു വരിക. നജ്ദിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഏതാ നജ്ദ്? എന്താ നജ്ദ്? ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഖുറാഫികളുടെ ധാരണ അത് സൗദി അറേബ്യയുടെ നജ്ദാണെന്നാ. അല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് റിയാദിലുള്ള നജ്ദ് പ്രദേശം എന്നറിയപ്പെടുന്ന ദിർഇയ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചത് ശരിയാണ്. ആ നജ്ദ് അല്ല ഈ നജ്ദ്. അതാര് പറയണം? നിങ്ങളുടെ തൊള്ളപ്പെടായികളല്ല. ഇൻഷാ അല്ലാഹ് ഓരോ വിഷയത്തിലും വരുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം. ഇതാ നിങ്ങൾ പറഞ്ഞ ഈ വിശദീകരണം ഇന്ന സുഹാബി പറഞ്ഞു, ഇന്ന താബിയ പറഞ്ഞു, ഇന്ന മുൻഗാമി ചെയ്തു എന്ന് വിശദീകരിച്ചു തരണം. ഞങ്ങൾ ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കേട്ടോളൂ, എന്താ നജ്ദ്? ഖാല ഇബ്നു അബ്ദുൽ ബർ. ആരാ അബ്ദുൽ ബർ എന്നറിയോ? ഫതുൽ ബാരി എടുത്ത് മറിച്ചു നോക്കി, അതിൽ കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി പറയും ഖാല ഇബ്നു അബ്ദുൽ ബർ, ഖാല ഇബ്നു അബ്ദുൽ ബർ എന്ന് പറഞ്ഞ് ഇബ്നു ഹജർ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ആ ഇബ്നു അബ്ദുൽ ബർ പറയാണ്, ഈ നജ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇറാഖ്, ഇത് ഇറാഖാണ്. ഇത് സൗദിയിലെ നജ്ദ് അല്ല, ഇത് ഇറാഖാണ്. കേട്ടോളൂ, ഫഅഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇഖ്ബാലിൽ ഫിതനി മിൻ നാഹിയത്തിൽ മശ്രിഖി. പ്രവാചകൻ മദീനയിൽ നിന്നുകൊണ്ട് മശ്രിഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, കിഴക്കിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ നജ്ദിൽ നിന്നാണ് പിഴവുകൾ വരിക, അവിടെയാണ് സൽസലകൾ ഉണ്ടാവുക, അവിടെയാണ് പിശാചിന്റെ കൊമ്പുതിക്കുന്നത്. മദീനത്തുനിന്ന് കിഴക്ക് ഭാഗത്താണ് നജ്ദ്. ഏത് നജ്ദ്? ഇറാഖ് എന്ന് പറയപ്പെടുന്ന ആ പ്രദേശം. ഇനി കേട്ടോ, അധിക ഫിത്നകളും മശ്രിഖിൽ നിന്നാണ് ഉണ്ടായത്. ആ നാടുകളിലാണ് ഉണ്ടായത്. നഹ്വൽ ജമൽ, ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, വഖത്ലുൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, വഗൈറു ദാലിക മിനൽ മത്ലൂബി ദിക്റുഹു. സ്മരണീയാർഹമായ ഇത്തരം പല സംഭവങ്ങളും ഉണ്ടായത് ആ മശ്രിഖ് ഭാഗത്താണ്. മിമ്മാ കാന ബഅദ ദാലിക മിനൽ ഫിത്നി ബിൽ ഇറാഖ് വൽ ഖുറാസാൻ. അതെ, ഖുറാസാൻ പ്രദേശങ്ങളിൽ, ഇറാഖ് പ്രദേശങ്ങളിലും ഉണ്ടായ എല്ലാ ഫിത്നകളും ഈ പ്രവാചകൻ പറഞ്ഞതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. ഏതാ നജ്ദ്? ഞങ്ങളോട് പറയാ, ദീന് പഠിച്ചു വരണമെന്ന്. പഠിച്ചു വാ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഖുർആനും ഹദീസും തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി നല്ലപോലെ പഠിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രമിക്കുന്ന ശിർക്ക് ഉണ്ടാക്കാനാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും മഞ്ഞയായിട്ട് തോന്നൂ, എന്ത് കിട്ടിയാലും ഉൾട്ടയായിട്ട് നിങ്ങൾക്ക് തോന്നൂ. ഇനി കേട്ടോളൂ, അടുത്ത വിശദീകരണം. ഖാലൽ കിർമാനി. ആരാ കിർമാനി എന്നറിയോ? ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെ മറ്റൊരു ശറഹ് എഴുതിയ പണ്ഡിതനാണ് ഇമാം കിർമാനി. അദ്ദേഹം പറയുന്നു, വമൻ കാന ബിൽ മദീനത്തി ത്വയ്യിബ, വല്ലവനും മദീനയിലാണെങ്കിലും കാന നജ്ദു ബാദിയത്തുൽ ഇറാഖ്, അവന്റെ നജ്ദ് ഇറാഖാണ്. വഹിയ മശ്രിഖു അഹ്ലിഹാ, കാരണം അത് മദീനക്കാരുടെ കിഴക്ക് ഭാഗത്താണ്. പഠിച്ചു വെച്ചോ. അടുത്തത് ഖാലൽ ഖത്താബി. ആരാ ഖത്താബി? ഫതുൽ ബാരിയുടെ ശറഹിൽ കാണാം. ഇബ്നു ഹജർ പറയുന്നു ഖാലൽ ഖത്താബി. ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരാണ്. എന്താ അദ്ദേഹം പറയുന്നത്? നജ്ദു മിൻ ജിഹത്തിൽ മശ്രിഖി, നജ്ദ് കിഴക്ക് ഭാഗത്താണ്. വമൻ കാന ബിൽ മദീനത്തി കാന നജ്ദുഹു ബാദിയത്തുൽ ഇറാഖ്, മദീനയിൽ ഉള്ളവന്റെ നജ്ദ് ഇറാഖ് പ്രദേശങ്ങളാണ്. വനവാഹിഹാ, അതിന് ചുറ്റുവട്ടങ്ങളുമാണ്. വഹിയ മശ്രിഖു അഹ്ലിഹാ, അത് മദീനക്കാരുടെ കിഴക്കാണ്. മനസ്സിലായോ? എന്നിട്ട് അവിടുന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നത് അത് ശൈത്താന്റെ കൊമ്പാണ്, അതിന്റെ ബാക്കിയാണ് മുജാഹിദുകൾ. എന്തിനാണെന്നറിയോ? ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം. ഞങ്ങൾക്കറിയാം, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം. അതിനു വേണ്ടിയിട്ട് അത് ഞങ്ങളിങ്ങനെ ഇറപ്പാക്കണം. എന്നാലും നിങ്ങളുടെ ബിദ്അത്തുകളും ശിർക്കുകളും മാനമൗലിദുകളും സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അതിന്റെ പേരിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ആ പൂതിയിൽ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ട്.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി കേട്ടോ. വഹുവ മുസ്തഖ്ബിലുൽ മശ്രിഖ്, പ്രവാചകൻ പറയാണ് വഹുവ മുസ്തഖ്ബിലുൽ മശ്രിഖ്, ഏത് നജ്ദ് എന്ന പ്രദേശം, വഹുവ മുസ്തഖ്ബിലുൽ മശ്രിഖ് ഇന്നൽ ഫിത്നത ഇവിടെയാണ് പിശാചിന് കൊമ്പുതിക്കുക, അവിടെയാണ് സൽസലകളുള്ളത്. എത്ര ഭൂകമ്പ ചരിത്രങ്ങൾ ഇറാഖിലുണ്ട്. ചരിത്രമാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? നജ്ദില്, സൗദി അറേബ്യയിലും ഈ നജ്ദ് എന്ന പ്രദേശത്ത് ഉണ്ടായ സൽസലകള് കാണിച്ചു തരാൻ കഴിയും നിങ്ങൾക്ക്? ഇല്ല. അപ്പോ ആ നജ്ദിന്റെ പേര് പറഞ്ഞിട്ട് വഹാബികളുടെ നേരക്ക് കുതിര കയറാൻ ശ്രമിക്കണ്ട. പിന്നെ ഉപരി പറഞ്ഞെന്താണെന്നറിയോ? ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഗനീമത്ത് സ്വത്ത് യുദ്ധം മുതൽ ഓടി വെക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ അദില്ല മുഹമ്മദ് ഫഇന്നക ലം തഅദിൽ, മുഹമ്മദ് നീ നീതി കാണിക്ക്, കാരണം നിങ്ങൾ നീതി കാണിച്ചിട്ടില്ല എന്നൊരാൾ വന്ന് പറഞ്ഞു. അതാരാ? ദുൽ ഖുവൈസിറയാണ്. സഹാബികൾ പറഞ്ഞു, റസൂൽ ഞങ്ങൾ അദ്ദേഹത്തിന് തലയെടുക്കട്ടെ. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അവന്റെ പിൻഗാമികളായ ചില ആളുകൾ വരാനുണ്ട്. അതാണ് വഹാബികൾ. സ്വാഗത പ്രസംഗത്തിൽ വന്ന വാക്കാ, അതാണ് വഹാബികൾ. എന്നാ പഠിച്ചോ. ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് അനുയായികളായ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആളുകൾ ആരാണ് എന്ന് ഹദീസിലുണ്ട്. ആ ആളുകളാണ് ഖവാരിജുകൾ. എന്താ ഖവാരിജിന്റെ വിശ്വാസം കേട്ടോ? ദുൽ ഖുവൈസിറത്തെ നിങ്ങൾക്കാണോ യോജിക്കുക അതോ ഞങ്ങൾക്കാണോ യോജിക്കുക എന്ന് ശരിക്ക് പഠിച്ചു വെച്ചോ. ആ ദുൽ ഖുവൈസിറയുടെ അനുയായികളായി പിൽക്കാലത്ത് കടന്നു വരുന്ന ആളുകളുടെ സ്വഭാവം പ്രവാചകൻ പറഞ്ഞത് എന്താണ്? യഹ്കിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരവും സുന്നത്തായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച നമസ്കാരങ്ങളും പരിശോധിച്ചാൽ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല. അവർക്ക് ഒരുപാട് നിസ്കാരങ്ങൾ ഉണ്ടാവും. ഹദീസിലില്ലാത്ത, ഖുർആനിലില്ലാത്ത, തെളിവില്ലാത്ത ഒരുപാട് നമസ്കാരങ്ങൾ അവർക്കുണ്ടാകും. നിങ്ങളുടെ നമസ്കാരം കുറവായിരിക്കും. അതെ, ഓതുമ്പോ അതിന് മുമ്പായി ശുദ്ധിയായി ഉളുവെടുത്ത് 12 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ ആ നമസ്കാരം എവിടെ നിന്നാ? ഹദീസിലുണ്ടോ? തെളിയിക്കാൻ സാധ്യമാണോ? സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? തെളിയിക്കാൻ സാധ്യമാണോ? നിങ്ങൾ ഖവാരിജുകളുടെ പിൻഗാമികളാണ്. നിങ്ങൾ സമസ്തക്കാരല്ല പറഞ്ഞത്. ഈ ബാക്കവിമാരും ഈ സ്വാഗതമായി വന്ന് പറഞ്ഞ അത്തരം ആശയക്കാരും സാധാരണക്കാരല്ല. ഇതിനെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എന്റെ വികാരങ്ങളും എന്റെ സംസാരങ്ങളും എന്റെ ചോദ്യങ്ങളുമെല്ലാം ഇവിടെ വന്ന് പ്രസംഗിച്ച ബാക്കവിയോടും അലവി സഖാഫിയോടും സ്വാഗതം പറയാൻ വന്ന വ്യക്തിയോടുമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക, എന്നിട്ട് ആളുകൾ ശുരുക്കിലേക്ക് ക്ഷണിക്കുകയും അതിനൊക്കെ ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോ ഖവാരിജിന്റെ സ്വഭാവം, ആ ദുൽ ഖുവൈസിറയുടെ അനുയായികള് അവരുടെ സ്വഭാവം എന്താണ്? ഒരുപാട് നിസ്കാരങ്ങൾ ഉണ്ടാക്കും. പിന്നെയോ അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തമ്മിൽ പരിശോധിച്ചാൽ നിങ്ങളുടെ നോമ്പ് വളരെ തുച്ഛമായിരിക്കും. അതേ, മിഅറാജ് എന്ന പ്രവാചകന് പഠിപ്പിക്കാത്ത നോമ്പ്, ബറാത്ത് നോമ്പ് എന്ന പ്രവാചകന് പഠിപ്പിക്കാത്ത നോമ്പ്, അങ്ങനെ ഒട്ടനവധി നോമ്പുകൾ, ബിദ്അത്തായ നോമ്പുകൾ, അത് ഖവാരിജിന്റെ സ്വഭാവമാണ്. അതേ, ദുൽ ഖുവൈസിറയുടെ അനുയായികളാണ് നിങ്ങൾ. അവസാനിച്ചില്ല. മറ്റൊരു കാര്യം പ്രവാചകൻ പറഞ്ഞു, യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖീഹിം യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയത്തി. അവർ ഖുർആൻ ഇങ്ങനെ ഓതും, പക്ഷെ അതിന്റെ തൊണ്ടയ്ക്ക് കീഴ്പ്പെട്ടിറങ്ങൂല, ആശയം തിരിയൂല. വലാ തദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ, റബ്ബിനോടൊപ്പം ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ഓതും. എന്നിട്ടോ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, തിരിയൂല. നിങ്ങൾക്ക് ഖുർആന്റെ ആശയം തിരിയുന്നില്ല. ഖവാരിജിന്റെ സ്വഭാവമാണത്. പ്രവാചകൻ എണ്ണി പറഞ്ഞു. അടുത്ത സ്വഭാവം എന്താ? സീമാഹു മുത്തഹലീഖ്, ആ ആളുകൾ തല മുണ്ടനം ചെയ്യുന്നവരാണ്. അവർ മൊട്ടയടിച്ച് നടക്കുന്നവരാണ്. മൂലേക്കന്മാർ തലക്കെട്ട് പോയി പൊന്തിച്ചു നോക്കി, മുസ്ലിയാക്കന്മാരെ തലയെക്കെട്ട് പോയി പൊന്തിച്ചു നോക്കിയാൽ കാണാം ആരുടെ അടയാളമാണ് ഖവാരിജികൾക്കുള്ളത് എന്ന്. അത് ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി കൂടി പിടിച്ചോ. ഇവർക്ക് പറയാൻ കാരണം എന്താണെന്നറിയോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽ പരമ്പര ഇങ്ങനെ മേപ്പോട്ട് പോയാൽ ഒരു ദുൽ ഖുവൈസിറ ഉണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ ആ ഈ പറഞ്ഞ ദുൽ ഖുവൈസിറയുടെ അനുയായിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നാ പഠിച്ചോ. ഈ ദുൽ ഖുവൈസിറ ഉണ്ടല്ലോ, പ്രവാചകരെ നിങ്ങൾ നീതി കാണിക്കൂ എന്ന് പറഞ്ഞ പ്രവാചകനോട് കയർത്ത് സംസാരിച്ച ആ ദുൽ ഖുവൈസിറ, ദുൽ ഖുവൈസിറത്തു തമീമി, അത് തമീമിയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പരമ്പര പോകുന്നത് ദുൽ ഖുവൈസിറത്തുൽ യമാനി, അത് യമാനിയാണ്. അലവി സഖാഫിന്റെ ഇന്ന് കിട്ടൂല. ഇത് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ച കിതാബുകളും ഗ്രന്ഥങ്ങളും പഠിച്ചാൽ അതൊക്കെ മനസ്സിലാവും. ഈ ഖവാരിജിന്റെ സ്വഭാവം എന്താ കേട്ടോ? ഖവാരിജിന്റെ സ്വഭാവം അള്ളാഹുവിന്റെ നുസൂൽ ഇറങ്ങുന്നതിന് നിഷേധിക്കുന്നു. അല്ല ചിരിക്കും, നിഷേധിക്കുന്നു. അല്ലാഹു തആല ആകാശത്താണ്, ഖവാരിജുകൾ നിഷേധിക്കുന്നു. അല്ലാഹു തആല ഇസ്തവാ അലൽ അർശ്, അർശിൽ ഉപവിഷ്ടനാണ്, അതിനെയും നിഷേധിക്കുന്നു. നിങ്ങളും അതേപോലെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അല്ലാഹു തആല ഇറങ്ങുന്നു? അതിന് എത്ര കളിയാക്കി നിങ്ങൾ?
അല്ലേ? അല്ലാഹു തആല ഇറങ്ങുമെന്ന വിശ്വാസത്തെ നിഷേധിക്കുന്നവരാ നിങ്ങൾ. ആരുടെ വിശ്വാസമാണ്? ഖവാരിജിന്റെ വിശ്വാസമാണ്. അവ ഏത് നിലക്ക് പരിശോധിച്ചാലും ദുൽഖുവൈസിറയോട് ഖവാരിജികളുടെ നേതാക്കളോട് കൃത്യമായി യോജിപ്പിക്കാൻ പറ്റുന്ന എല്ലാ സ്വഭാവങ്ങളും നിങ്ങളുടെ അടുക്കലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് ദീന് പഠിച്ചിട്ട് വരണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. സഹോദരന്മാരെ, പോയിട്ട് ജമാഅത്ത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് വരിക. ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുവാൻ